ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? എൻ്റെ സൗണ്ട് പോകുന്നു ഞാൻ പേടിച്ചു കേട്ടോ, പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ മുതൽ ഞാൻ അതിൽ കുറച്ച് നവരയില ഉണ്ടല്ലോ, അതായത് പനിക്കൂർക്കയുടെ ഇലയും ഇഞ്ചിയും കൂടെയൊക്കെ, ചുക്കില്ലാത്തത് കൊണ്ടാണ് ഇഞ്ചി ഇടുന്നത് കേട്ടോ. പിന്നെ ഇഞ്ചി ഇടുന്നതുകൊണ്ടും കുഴപ്പമില്ല, നമ്മുടെ തൊണ്ടയൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കും. അപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ, ഇന്നെനിക്ക് നല്ല മാറ്റമുണ്ട്. ഇത് ഞാൻ ഇന്നലെ കുടിച്ചിരിക്കുമായിരുന്നു, മോക്കും കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ സാധാരണ ചുമയോ ജലദോഷമോ വരുന്ന സമയത്ത് അപ്പോഴേ എൻ്റെ പരിപാടി കാപ്പി ഇടും. ചുക്ക് കാപ്പി ഉണ്ടല്ലോ, ചുക്ക് കാപ്പി ഇട്ട് കുടിക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ ചുക്കൊന്നും ഇരിപ്പില്ല, തീർന്നു. ചുക്കും കരിപ്പെട്ടിയൊന്നും ഇരിപ്പില്ല, തീർന്നു. അപ്പോൾ വെറുതെ പനിക്കൂർക്കയുടെ ഇലയും കുറച്ച് ഇഞ്ചിയും കൂടെയൊക്കെ ചീകിയിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് 2-3 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഗ്രാമ്പൂ ഒന്നും ഇട്ടിട്ടില്ല, ഇഞ്ചിയും പനിക്കൂർക്കയുടെ ഇലയും കൂടെ നുള്ളിയിട്ടിട്ട് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച്, ആ വെള്ളത്തിന് ആ ഒരു ചെറിയൊരു ഇളം, നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റത്തില്ലെങ്കിലും ചെറിയൊരു പച്ച കളറുണ്ട് കേട്ടോ. അങ്ങനെ വെച്ചിട്ട് വെള്ളം കുടിച്ചത് കൊണ്ട് തന്നെ എൻ്റെ തൊണ്ടയുടെ ആ അടവൊക്കെ മാറിയിട്ടുണ്ട്, നല്ല മാറ്റമുണ്ട്. സൗണ്ട് കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ പനിക്കൂർക്കയുടെ ഇല വെള്ളം വെറുതെ തിളപ്പിച്ചിട്ട് കുടിക്കാനും ഭയങ്കര നല്ലതാണ്. അപ്പോൾ പാത്തു ആദ്യമൊക്കെ കുടിക്കാൻ വേണ്ടി ഭയങ്കര പാടായിരുന്നു കേട്ടോ. ചുക്ക് കാപ്പി തന്നെ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടിട്ടാണ് കുടിപ്പിക്കുന്നത്. ഇപ്പം എന്തോ ഒരു ഇത് വെച്ചിട്ട് ഇന്നലെ എൻ്റെ കൂട്ടത്തിൽ കുടിക്കുമ്പോൾ നല്ലതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കുടിക്കും. ഇന്നലെ എന്തായാലും ഉടക്കൊന്നും ഇല്ലാണ്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം കാണിച്ചൊരു പൂവുണ്ടല്ലോ, അതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വിരിയുന്നത്. ബന്ദിയാണോ ജമന്തിയാണോ ഒന്നും എനിക്കറിയാമേ. ജമന്തി ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ ഇത് ബന്ദിയാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് ശരിക്കും അറിയാമേ. ഇതിൻ്റെ വെള്ളയുണ്ടായിരുന്നു, മഞ്ഞയുണ്ട് കേട്ടോ. പക്ഷേ വെള്ള ചെടി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മഞ്ഞ കുറേ നാളിങ്ങനെ പൂക്കാതെ വെറുതെ ഇങ്ങനെ അങ്ങ് നിൽക്കുമായിരുന്നു കേട്ടോ. കുറേയൊക്കെ നമ്മളാണെങ്കിൽ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ നിൽക്കുമല്ലേ, പൂക്കുന്നതൊന്നുമില്ല. അതുകൊണ്ട് കുറേ ഇങ്ങനെ കാട് പോലെ ആകുമ്പോഴത്തേക്കും നമ്മൾ അതെടുത്ത് കളയുമായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു തൈ അവിടെ നിൽപ്പുണ്ടായിരുന്നു, അതെന്തായാലും പൂത്തിട്ടുണ്ട്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു കേട്ടോ. ചെറിയ പൂവാണ്, ഒരുപാട് വലിപ്പമുള്ള പൂവല്ല, ചെറിയ കുഞ്ഞു പൂക്കളാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ആ മഞ്ഞ കളർ ഇങ്ങനെ നിൽക്കുന്നത് കാണാം, പച്ചയിൽ ആ മഞ്ഞ പൂ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പാത്തുവിൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല, ഇല്ലെങ്കിൽ പാത്തു ഇത് മൊത്തവും പറിച്ചുകൊണ്ട് നടക്കും കേട്ടോ. അത്ത ഇടുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കണ്ണിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എല്ലാം അവൾ നശിപ്പിച്ച് തുരറി. അപ്പോൾ ഞാൻ വീടിന് അകത്തോട്ട് വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. ആ തിളപ്പിച്ച് വെച്ച വെള്ളം മൊത്തം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. കുടിച്ചില്ലെങ്കിൽ എൻ്റെ സൗണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പിന്നെ ഒരാഴ്ചത്തേക്ക് നോക്കേ വേണ്ട, അങ്ങനെ ആയിപ്പോവും. അപ്പോൾ ഇന്ന് ശരിക്കും ഭയങ്കര തലവേദനയൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ എണീറ്റപ്പോഴത്തേക്കും കണ്ണൊക്കെ ഭയങ്കര വേദനയും ഒക്കെ ഉണ്ട്. രാത്രി ശരിക്കും പറഞ്ഞാൽ പാത്തുവിനും കൂടെ ജലദോഷം ആയതുകൊണ്ട് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. മൂക്കും കൂടെ അടയുമ്പോഴത്തേക്കും പാത്തുവിന് ഉറങ്ങാൻ ഭയങ്കര പാടാണ് കൊച്ചിനപ്പോൾ. സ്വാഭാവികമായിട്ടും നമ്മളും നമ്മുടെ അമ്മമാരുടെ ഉറക്കം പോകുമല്ലോ. അങ്ങനെ കുറേ സമയം, ഒരു 3 മണി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒന്ന് ഉറങ്ങിയത്. എപ്പോഴും പിന്നെ കിടന്നുറങ്ങിപ്പോയി കേട്ടോ. ഞാനും ഉറങ്ങി, അവളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടിനകമൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുന്നത്. ഇല്ലെങ്കിൽ കിടക്കുന്നത് തന്നെ ഒന്നുകൂടി ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി വിരിച്ചിട്ടിട്ടാണ് ബാക്കിയുള്ള കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്നെന്തായാലും മാറ്റേണ്ട ദിവസമായതുകൊണ്ട് ഞാനതൊന്ന് മാറ്റിയിട്ടുണ്ട്, പഴയത് കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. ഉമ്മ മീൻകറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, തലവേദന ആയതുകൊണ്ട് പ്രത്യേകിച്ചൊരു പരിപാടിക്കൊന്നും നിന്നില്ല. രാവിലെ ആകെ ചെയ്ത പരിപാടി ചായ ഇട്ടിട്ട് ഒന്നുകൂടി പോയി കിടന്നതാണ് ഞാൻ ചെയ്തത് ആകെ ഇത്. പിന്നെ ഉമ്മ മീൻകറി വെച്ചു, കൂമ്പുണ്ടല്ലോ നമ്മുടെ വാഴച്ചുണ്ട്, അപ്പോൾ അത് വെച്ചിട്ടുള്ള തോരന്, പിന്നെ മീൻ വറുത്തതിരിപ്പുണ്ടായിരുന്നു, മത്തി കേട്ടോ. തലേന്ന് നമ്മൾ വറുത്തത് അധികം അങ്ങനെ ആരും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തിട്ട് അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ചോറ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് പാത്തുവിന് സോയ ഫ്രൈ ചെയ്തത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വന്ന് കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിച്ച് 2-3 വെള്ളം ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്കൂളിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഒരുപാട് പേര് റെസിപ്പി ചോദിച്ചിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു സോയ ഫ്രൈ കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രൈ പോലെ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ചെയ്തെടുക്കത്തില്ല, അതുപോലെ ടേസ്റ്റാണ്. സോയയാണ് ഫ്രൈ ചെയ്തതെന്ന് അറിയത്തുപോലും ഇല്ല കേട്ടോ, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്.
ഞാനിത് 2-3 വെള്ളം ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. മുറിക്കാനുള്ള വലുതൊക്കെ ആണെങ്കിലും മുറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അത് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ലേശം കളറിന് വേണ്ടി മാത്രം മുളക് പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാല ഒഴിവാക്കരുത് കേട്ടോ. ചിക്കൻ മസാല വേണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വേണം നമ്മളിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു മസാല, പ്രത്യേകിച്ച് സോയയിൽ മസാല പിടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ടൊന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ മസാലയൊന്നും പിടിക്കത്തില്ല. വെളിച്ചെണ്ണയിലാവുമ്പോഴത്തേക്കും പിടിക്കും കേട്ടോ. നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ചട്ടിക്കകത്ത് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ എടുത്തിട്ടുള്ള സോയ എല്ലാം ഞാൻ ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കാവൂ കേട്ടോ. കാരണം സോയ പെട്ടെന്ന് വെളിച്ചെണ്ണ കുടിച്ച് തീർക്കും. അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ നഷ്ടമായി പോകത്തേ ഉള്ളൂ കേട്ടോ. കുറച്ച് മതി. നമുക്കത് കുറേ സമയം കഴിയുമ്പോഴത്തേക്കും തീ ഏറ്റവും കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് വരും. എന്ന് പറഞ്ഞ് ഒരുപാടങ്ങ് മൂപ്പിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ആവും കേട്ടോ. പിന്നെ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ KFC ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പാത്തുവിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് ആളിന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. വീഡിയോ ഇടാതിരുന്നാൽ പറ്റത്തില്ലല്ലോ എന്ന് എഴുതിയിട്ടങ്ങ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ സോയ ഫ്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഇൻഷാ അല്ലാഹ് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ, ബൈ.